നിനക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്കറിയാൻ മേലഞ്ഞിട്ട് ചോദിക്കുക. ഏത് നേരം ഈ മൊബൈലിൽ തന്നെ ഇരിപ്പണോ? ആലീസിന് സ്വഭാവം അറിയാവോ? ഇഷ്ടപ്പെട്ടില്ല നിന്നെ ഇവിടുത്തെ പറപ്പിക്കും കേട്ടോ. അയ്യോ, ചേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഒന്നും പറയൂല. ഞാൻ എന്ത് ചെയ്താലും ചെറുതായിട്ട് പോലും എന്നെ വഴക്ക് പറയൂല. ഞാനും ചേച്ചിയെ ഇപ്പൊ അടയും ചക്കരയും പോലെയാണ്. പിന്നെ എനിക്കൊരു സഹായം ചെയ്യാവോ? ഞാൻ ഇവിടുന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് പോട്ടെ. നിനക്ക് എന്നെ കാണാൻ മേലെ. എപ്പോഴും നിനക്ക് എന്നെ കണ്ടാൽ സഹായം വേണം. 2000 രൂപ കടം തരുമോ? നിനക്കെന്തിനാ ഇപ്പൊ 2000 രൂപ? എന്റെ മൊബൈൽ ബില്ല് അടയ്ക്കാനാ. പിന്നെ കുറച്ച് സാധനവും വാങ്ങിക്കാറുണ്ട്. എന്റെ സാലറി അടുത്ത ആഴ്ച കിട്ടും. അപ്പൊ ചേട്ടന് തിരിച്ചു തരാം. വിഷം മേടിക്കാൻ പോലും കാശില്ല. 2000 രൂപ എൻ്റെ ഉണ്ടായിരുന്നു. ഞാൻ വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന ബൈക്ക് ഞാൻ ഇങ്ങനെ ഇറക്കിയാണ്. ഈ ഒരു കാര്യം നീ ആലീസിനോട് ചോദിക്കും. ശമ്പളത്തിനകത്ത് അഡ്വാൻസ് തരാൻ പറയേ. അയ്യോ, അതൊക്കെ മോശമല്ലേ ഏട്ടാ? ഇടി കാര്യം കാണണമെന്നുണ്ടെ കഴുതക്കാലും പിടിക്കണം. ചേച്ചി എന്ത് വിചാരിക്കും? ഒരു 2000 രൂപ പോലും കയ്യിലില്ലാത്ത ആളെന്ന് വിചാരിക്കൂലേ? പിന്നെ എന്ന് പറഞ്ഞാൽ നിന്റെ അപ്പൻ ടാറ്റായും അമ്മാവും ബ്രില്ലയല്ലേ. അതുകൊണ്ടാണല്ലോ നീ വീട്ടു ജോലിക്ക് വേണ്ടി വന്നേക്കുന്നത്. ഇടി ഇത്ര അഭിമാനം ഒന്നും പൊക്കി പിടിച്ചോണ്ട് നടക്കല്ലേ. നീ അല്ലേ പറഞ്ഞ ആലീസ് അടയും നീ ചക്കരയോ ആണെന്ന്. ഈ ചക്കരക്ക് ഇച്ചിരി അടയോടി ഒന്ന് അങ്ങ് ചോദിച്ചാ പോരെ. വെറുതെ അച്ഛനെ വിളിയിട്ട്. ഇതിലൊരു അത്യാവശ്യം വന്ന് എടുക്കത്തില്ല. ചേച്ചി, എനിക്കൊരു ചെറിയ സഹായം ചെയ്യോ? ഒരു 2000 രൂപ എനിക്ക് അഡ്വാൻസ് ആയിട്ട് തരാവോ? എന്തേ? വിചാരിക്കാത്ത കുറച്ച് അത്യാവശ്യങ്ങൾ വന്ന്. അടുത്ത ആഴ്ച ശമ്പളത്തിൽ നിന്ന് പിടിച്ചോ ചേച്ചി. അതെ ചാരു, എന്താ പ്രശ്നമെന്നറിയോ? എനിക്ക് നിന്നെ സഹായിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഇച്ചായന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ലേ? കാശിന്റെ കാര്യത്തിലൊക്കെ ഇച്ചായൻ ഭയങ്കര സ്ട്രിക്റ്റാ. കടമായിട്ടല്ലല്ലോ ഞാൻ ചോദിച്ചത്. ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞില്ലേ? എനിക്കത് മനസ്സിലായി. പക്ഷെ ഞാൻ ഈ കാര്യം ചെന്ന് ഇച്ചാന്റെ അടുത്ത് പറയുമ്പോഴേ ഇച്ചാൻ എന്താ തിരിച്ചു പറയാൻ പോണെന്നറിയോ? എനിക്കെന്നും 1-ാം തീയതി അല്ലേ സാലറി കിട്ടുന്നത്. അപ്പൊ ഇടയ്ക്ക് എന്ന് ഞാൻ അഡ്വാൻസ് ചോദിച്ചാൽ സർക്കാർ തരുമോന്ന് ചോദിക്കും. ഇച്ചാനൊരു പ്രത്യേക ടൈപ്പാന്നേ. ഞാൻ ചോദിക്കട്ടെ? നിന്നെ ഇവിടെ ജോലിക്ക് നിർത്തിയത് തന്നെ ഇച്ചാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഇങ്ങനെയെങ്ങാനും കൂടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നെ അപ്പ തന്നെ പറഞ്ഞു വിടും. ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രത്യേക ടൈപ്പാന്നേ. വേറെ എവിടെന്നെങ്കിലും ഒപ്പിക്കാൻ പറ്റുമോ നോക്ക്. ഞാനാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല വീട്ടിലോട്ടേ. വേണ്ട, വായിച്ചാ ശരിയാവത്തില്ല. ഇച്ചായ, ആ ചാരു എന്നോട് ഒരു 2000 രൂപ ചോദിച്ചു. ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ് ആയിട്ടാ ചോദിച്ചത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇതൊന്നും ശരിയാവത്തില്ല, ഇച്ചായൻ അതൊന്നും ഇഷ്ടാവത്തില്ല എന്ന്. ഇച്ചായനോട് എങ്ങാനും വന്ന് ചോദിക്കുവാണെങ്കിൽ അങ്ങനെ എന്നെ പറഞ്ഞേക്കണം. നീ എന്തിനാടി അങ്ങനെ പറഞ്ഞ? അടുത്ത ആഴ്ച അവക്ക് എന്തായാലും ശമ്പളം കൊടുക്കണം. അതിൽ നിന്ന് 2000 രൂപയല്ലേ ചോദിച്ചോളൂ. അത് വേണ്ട ഇച്ചായ. ഈ ഒരു പ്രാവശ്യം കൊടുത്താലേ പിന്നെയും കൊടുത്തോണ്ടിരിക്കേണ്ടി വരും. അല്ലെങ്കിലും കാശിന്റെ കാര്യത്തിൽ ലോഹ്യം കൂടാൻ പോരെന്ന് അപ്പച്ചൻ എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട്. എന്റെ പൊന്നാലീസ, എന്തെങ്കിലും അത്യാവശ്യത്തിനായിരിക്കും. ഇനി നമുക്ക് എന്തായാലും ആ കാശ് കൊടുക്കാനുള്ളതല്ലേ, പിന്നെന്നാ? അത് വേണ്ടാന്നല്ലേ പറഞ്ഞത്. ഒന്ന് കൊടുത്താൽ പിന്നെയും കൊടുക്കണം. അത് മാത്രമല്ല, കാശിന്റെ ഇടപാടാ. പിന്നെ അത് വഴക്കാവും വക്കാണാവും. അതൊന്നും ശരിയാവത്തില്ല. എന്റെ പൊന്നാലീസ, അത്യാവശ്യത്തിനായിരിക്കും ഒരാൾ കാശ് ചോദിക്കുന്നത്. അത്യാവശ്യത്തിന് നമ്മൾ കാശ് കൊടുത്താൽ അതിന്റെ പുണ്യം നമുക്ക് കിട്ടും. ഇല്ലാതെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. കാശ് കൊടുത്തുള്ള പുണ്യം എനിക്ക് വേണ്ട. ഇനി അവള് വന്ന് ഇച്ചാനോട് കാശ് ചോദിക്കുവാണെങ്കിൽ എന്നെ നാണം കെടുത്താനായിട്ട് എടുത്തു കൊടുത്തേക്കരുത്. എന്റെ പൊന്നുമോളെ, നീ വെച്ച ജോലിക്കാരി, നിന്റെ ഇഷ്ടത്തിന് തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. ഞാനില്ലേ? നല്ല ഇച്ചായ. ഇനി വായിച്ചു. തീർച്ചയാണല്ലോ. നിനക്ക് ഒരു ജോലി ഇല്ലല്ലേ?